അപ്പൊ ഏതായാലും നമ്മൾ ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാം ആയിട്ട് ഇറക്കിയ ഈ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ അത് വാക്കുകളാണ്. ആ വാക്കുകളിൽ ഓരോ വേർഡുകളും അതിന്റെ അക്ഷരങ്ങളുമാണ്. അതില്ലാതെ അതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും അങ്ങനെ അക്ഷരത്തെറ്റോടുകൂടെ, നേരത്തെ നമ്മൾ കഴിഞ്ഞ തബാറക്കയിലൊക്കെ നമ്മൾ വിശദമായി തന്നെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പറഞ്ഞു. പലരും എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും, പരിശീലിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ അത് നമ്മൾ വിശദമായി പറഞ്ഞപ്പോ പല തെറ്റുകളും നിങ്ങളുടെ ശ്രദ്ധയിൽ, വർഷങ്ങളായി നമ്മൾ പറയുന്ന പല തെറ്റുകളും ശ്രദ്ധയിൽപ്പെട്ടല്ലോ അല്ലെ? പെട്ടിട്ടില്ലേ? അപ്പോ അതേപോലെ തന്നെ സൂറത്ത് യാസീൻ ചെറുപ്പം മുതലേ, കാരണം 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഒക്കെ ഉസ്താദുമാരുടെ അടുത്ത് നമ്മള് അത്ര അക്ഷരങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാലത്ത് ഓതിക്കൊടുത്ത ഓർമ്മയ്ക്കാണ് ഇപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതെല്ലാം അക്ഷരങ്ങളാണ് തെറ്റായി പഠിച്ചു വെച്ചിട്ടുള്ളത്, ഓതി വരുന്നത് എന്ന് നമ്മൾ അറിയുകയാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ. അപ്പോ ചെറിയ ശ്രദ്ധ പോരാ, പൂർണ്ണമായും മറ്റുള്ള പണികളൊക്കെ നിർത്തിവെച്ച് ഈ ക്ലാസ് ഇപ്പോൾ കേൾക്കുന്നവരാണെങ്കിലും പിന്നീട് റെക്കോർഡ് കേൾക്കുന്നവരാണെങ്കിലും എന്റെ ഖിറാഅത്തിൽ അള്ളാഹുവിന്റെ കലാം അല്ലാതെയായി പോകുന്ന രൂപത്തിലുള്ള പാരായണം വരുന്നുണ്ടോ എന്ന ശ്രദ്ധയിലാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് ഇങ്ങനെ അക്ഷരത്തെറ്റോടുകൂടെ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അത് ഖുർആനല്ല എന്ന് ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ, ഫത്താവകളിലൊക്കെ നമ്മുടെ ഇമാമികൾ പറയുന്നത് അത് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല എന്നാണ്. കാരണം അത് ഖുർആനല്ല, അങ്ങനെ ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് ഖുർആൻ ഇറങ്ങിയിട്ടില്ലല്ലോ. ഖുർആൻ ഒരു ഉദാഹരണം. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് യാസീൻ സൂറത്തിന്റെ പാരായണത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ആദ്യമായി ഞാൻ ആദ്യത്തെ പേജ് ഒന്ന് ഓതാം, നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ചില നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ അഭിപ്രായപ്പെട്ടതുകൊണ്ട് ആദ്യം കുറച്ച് ഓതുക, അതിനുശേഷം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ ഞാൻ ഇൻഷാ അല്ലാഹ് ഉണർത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പറയുന്നതിലും കേൾക്കുന്നതിലും അത് പിന്നീട് കേൾക്കുന്നവരിലും അതുപോലെ റേഡിയോയിലൂടെയും സൈറ്റിലൂടെയൊക്കെ ധാരാളം ആളുകൾ കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും ഇതിൽ ബറക്കത്ത് ചെയ്യുകയും അത് രണ്ടു വീട്ടിലും ഉപകാരപ്പെടുത്തി ചെയ്യുമാറാവട്ടെ. അതെല്ലാവരും ഇതിൽ പല അക്ഷരങ്ങളും നമ്മൾ പല സുഹൃത്തുക്കളിലും പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ആ അക്ഷരങ്ങളൊക്കെ വരുമ്പോ ഐനുകളും സ്വാദുകളും സീനുകളും ഹംസകളൊക്കെ വരുമ്പോ എങ്ങനെ ഉച്ചരിക്കുന്നു, എത്രയാണ് അതിന്റെ അളവ് എന്നൊക്കെ ഞാൻ ഓതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين. إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. لقد حق القول على أكثرهم فهم لا يؤمنون. إنا جعلنا في
أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين صدق الله العظيم. ഇനി ആദ്യം മുതൽ നമുക്കൊന്ന് നോക്കാം. വോളിയം ക്ലിയർ ആണല്ലോ അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി എവിടെ ഓതുകയാണെങ്കിലും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ പിന്നെ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ പറയരുത്. ബിസ്മി തന്നെ തൗബ സൂറത്തല്ലാത്ത എല്ലാ സൂറത്തുകളുടെയും ആദ്യ ആയത്തായിട്ടാണല്ലോ നമ്മുടെ മദ്ഹബ്. അതുകൊണ്ട് തന്നെ ബിസ്മി വളരെ ബഹുമാനത്തോടുകൂടി ഒന്നാമത്തെ അക്ഷരം ബി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടും സീൻ ഞാൻ ഈ പറയുന്നത് പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ വളരെ ഭംഗിയായി എല്ലാം അള്ളാഹുവിന്റെ കലാമിന്റെ അക്ഷരങ്ങളാണ്, അതിന്റെ ഹറക്കത്തുകളാണ്, സുക്കൂനുകളാണ്. അത് ആദ്യത്തിൽ വന്നാലും അവസാനത്തിൽ വന്നാലും ഇടയിൽ വന്നാലും എല്ലാം ഓതിത്തരപ്പെട്ടതുപോലെ അല്ലാതെ നമുക്ക് വേറെ അവിടെ റിസർച്ചില്ല, ഗവേഷണമല്ല, അങ്ങനെയും പറ്റൂലെന്നില്ല. സമാഅ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ഓതി ആ ഓത്ത് പോലെ നമ്മളുടെ ഓത്ത് ആക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ആയത്ത് യാസീൻ എന്നാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാനങ്ങളൊക്കെ പിന്നെ ഉസ്താദുമാരിൽ നിന്ന്, കാരണം ഇത് തന്നെ നമുക്ക് അക്ഷരങ്ങൾ ആയിട്ടാണല്ലോ പിന്നെ വ്യാഖ്യാനം ഉള്ളത്. വേർഡില്ലാതെ പിന്നെ എന്ത് വ്യാഖ്യാനമാണ്. അതുകൊണ്ട് അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് ഞാൻ കടക്കുന്നില്ല. യാസീൻ എന്നത് പല തഫ്സീറുകളും ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. അങ്ങനെ പലതും. ഏതായാലും ആ അൽ ഹുറൂഫുൽ മുഖത്തഅയിലാണ് അത് പെടുക അല്ലേ? അതെ, മാഷാ അല്ലാഹ്. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരങ്ങളുടെ പേരായിട്ട് ഓതേണ്ട പദങ്ങളാണ്. അലിഫ് ലാം മീം പോലെ ഉച്ചരിക്കേണ്ട ഒരു പദമാണ്. അപ്പൊ അതിന്റെ പാരായണം എങ്ങനെയാണ് വേണ്ടത്? യ എന്നിടത്ത് അസ്ലിയായ മദ്ദും, സീൻ എന്നിടത്ത് 3 അലിഫ് നീട്ടുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലാസിമായ മദ്ദാണ്. യസീൻ വലദ്ദാലിൻ
ഇങ്ങനെയുള്ള നീട്ടലാണ് അവിടെ വേണ്ടത്. അപ്പൊ യാസീനുള്ള ഖുർആൻ ഹക്കീം എന്ന് പറയരുത്. നല്ല ഭംഗിയായി യാസീൻ ഇങ്ങനെയാണ് അത് ഓതേണ്ടത്. പൊതുവെ യാസീൻ എന്നൊരു വായനയുണ്ട്. യാ എന്നിടത്ത് കൂടുതൽ നീട്ടല് അത് ഇല്ല. മറിച്ച് അവിടെ മാലിക്കി പോലെ അസ്ലിയായ മദ്ദും സീൻ എന്നിടത്താണ് കൂടുതൽ നീട്ടൽ വരുന്നത്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ ഓതി പഠിക്കണം. ഇനി അടുത്ത ആയത്തുമായിട്ട് ചേർത്തി വായിക്കുന്നിടത്ത് അവിടെ എങ്ങനെ വായിക്കണം? യാസീൻ വൽ ഖുർആനി, അങ്ങനെ അപ്പോഴും മദ് ഉണ്ടാവും. റബ്ബിൽ ആലമീൻ അർറഹ്മാനി പോലെയല്ല, ഈ മദ് ലാസിമായ മദ്ദായതുകൊണ്ട് ചേർത്തി വായിക്കുകയാണെങ്കിലും ആ മദ് ഉണ്ടാവും. മാത്രമല്ല യാസീനു എന്നോ മറ്റോ ഹറക്കത്ത് അവിടെ വരൂല, അപ്പോഴും സുക്കൂൻ തന്നെ. ചേർത്തി വായിക്കുമ്പോഴും സുക്കൂൻ തന്നെ. മനസ്സിലാവാത്തവര് പബ്ലിക്കിൽ ചോദിച്ചാൽ മതി എഴുതിയിട്ട്. അപ്പൊ നമ്മുടെ ഖിറാഅത്ത് അനുസരിച്ച് അവിടെ ചേർത്തി വായിക്കേണ്ടത് യാസീൻ വൽ ഖുർആനി, യാസീൻ വൽ ഖുർആനി. അവിടെ നമുക്കൊരു സംശയം വരും, സാക്കിനായ നൂനിന്റെ വിധികൾ ഓർമ്മയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ പിന്നീട് പഠിക്കുമ്പോ. കാരണം യാസീൻ എന്നിടത്ത് സാക്കിനായ നൂനാണ്, ശേഷം ചേർത്തി വായിക്കുമ്പോ മറ്റൊരു പദത്തിന്റെ ആദ്യത്തിലായിട്ട് വാവ് വന്നു. അപ്പൊ എന്താണ് നിയമം? ആരാ പറയാ? അധികാൾക്ക് അറിയുന്നൊരു നിയമമാണ്. മിൻ വാലിൻ എന്നൊക്കെ പറയുമ്പോ ഇദ്ഗാമുൻ ബിഗുന്ന. നഅം അഹ്സൻത്. പക്ഷെ ആ ഇദ്ഗാമുൻ ബിഗുന്നയുടെ എല്ലാ നിബന്ധനകളും ഒത്തിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മുടെ ഖിറാഅത്ത് ഇദ്ഗാമുൻ ബിഗുന്ന ഇല്ലാതെ, അപ്പൊ അതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇതും. പിന്നെ സൂറത്തുൽ ഖലമിൽ നൂൻ വൽ ഖലമി, അവിടെ നമ്മളത് പറഞ്ഞിരുന്നു അൽഹംദുലില്ലാ തബാറക് ജുസ് ഓതിയപ്പോഴേ. അവിടെയും ഇവിടെയും എങ്ങനെയാണ്? യാസീൻ വ എന്ന് ഇദ്ഹാറാക്കിയിട്ടാണ് ഓതേണ്ടത്. അടുത്ത ആയത്ത് നമുക്ക് നോക്കാം. വൽ ഖുർആനിൽ ഹകീം എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ പല്ലുകൊണ്ട് പറയരുത്. കാരണം മലയാളത്തിൽ നമ്മൾ പറയുന്ന വാ, ഇങ്ങോട്ട് വായോ, അതിന്റെ വില എന്നൊക്കെ പറയുന്നത് താഴെ ചുണ്ടും മേലെ മുമ്പല്ലുമാണ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, വല എന്ന് പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ വില. അതുപോലെ സാധാരണ ഇനി അറബി പദങ്ങൾ തന്നെ വസ്വാസ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയുമ്പോഴൊക്കെ എന്ത് സംഭവിക്കുന്നു വെച്ചാല് താഴെ ചുണ്ടും മേലെ മുമ്പല്ലോ, അതായത് അറബിയിൽ ഫാന്റെ മഖ്റജിൽ നിന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയെങ്കിലും ഇവിടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. പുതിയ ആളുകൾക്കൊക്കെ ഒരു ഉപകാരപ്പെടുത്താൻ വേണ്ടിയും പഴയ ആളുകൾക്ക് ഒരു ഉണർത്തലും തസ്കീർ കേട്ടോ. ഏതായാലും നമ്മുടെ സാധാ സംസാരത്തിലെ വ അല്ല, മറിച്ച് രണ്ട് ചുണ്ടുകൾ ഒരുപോലെ മുന്നോട്ട് വന്നുകൊണ്ട് ആ ഒഴിവിൽ നിന്ന്, ആ വൃത്തത്തിൽ നിന്നാണ് വ എന്ന് പറയുക. അപ്പൊ വൽ ഖുർആനി എല്ലാ സ്ഥലത്തും, ഇവിടെ മാത്രമല്ല എല്ലാ വാവുകളെയും അങ്ങനെ തന്നെ പറയണം. ഇനി ഖുർആൻ എന്ന പദം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്. സാധാരണ നമ്മൾ തജ്വീദ് പഠിക്കാൻ പോവാണെങ്കിൽ തന്നെ അപ്പോഴും പറയല് ഖുർആൻ ക്ലാസ് കാഫ് ഉണ്ട്. ഖുർആൻ നമ്മളെ ചേട്ടന്മാരൊക്കെ പറയുന്ന പോലെ ഖുർആൻ ഖുർആൻ എന്നാ പറയാ. ഖുർആൻ എന്ന് ഖിറാഅത്ത് ഉണ്ട്, പക്ഷെ ഇവിടെ ഖാഫ് നഷ്ടപ്പെട്ടുകൊണ്ടാണ് പറയുന്നത്. ഏതായാലും നമ്മളെ ഓത്തിൽ ഖാഫും വേണം, ഖുർആൻ എന്ന ഹംസയും വേണം. വൽ ഖുർആൻ എന്ന് പറയുമ്പോ റാഇന് സുക്കൂനാണോ ഫത്ഹാണോ? റാഇന് സുക്കൂനാണ് അല്ലെ. അപ്പോ നമ്മൾ പറയുമ്പോ ഖുറു എന്ന് പറയണം, എന്നിട്ട് എന്നും പറഞ്ഞാൽ മതി. അപ്പോ വളരെ കറക്റ്റ് ആയിട്ട് വരും. യാസീൻ വൽ ഖുർആനിൽ ഹകീം. എങ്ങനെയാണ്? പിന്നെ അൽ ഹക്കീം എന്നതും ഭംഗിയായിട്ട് പറയണം, ഹക്കീം പറയരുത്. വൽ ഖുർആനിൽ ഹക്കീം. അപ്പൊ രണ്ടായത്ത് നമുക്കൊന്ന് പറയാം.
ചിലവര് അവിടെ ഖാഫിനൊക്കെ ഉച്ചരിച്ച ഒരു ഇതില് ശ്രദ്ധിക്കാതെ വൽ ഖുർആനിൽ ഹഖീം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. നിങ്ങൾ കാഫല്ലാതെ ഖുർആൻ എന്ന് പറഞ്ഞാലും ഖാഫ് ആവൂല കേട്ടോ. അത് ഒരു ഖാഉം ഖാഫും കൂടെ കൂടിയിട്ടുള്ള ഒരു അക്ഷരമാണ്. അതൊന്നും ഖുർആനിൽ അനുവദിക്കപ്പെട്ടതല്ല. നമ്മൾ തെറ്റുകാരായി പോവും അങ്ങനെയുള്ള ഓത്ത് ചെയ്താൽ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. വൽ ഖുർആനിൽ ഹകീം അങ്ങനെ ഓതാൻ കഴിയുന്നത് വരെ നമ്മൾ പരിശീലനം നടത്തണം. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക ലമിനൽ മുർസലീൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുർസലീങ്ങൾ എന്നാണ് നമ്മൾ പറയാം, അല്ലെ? മുർസലീങ്ങൾ, കുർസിയു സമാവാത്തി അങ്ങനെ പറയുമ്പോ റാഇന്റെ ഉച്ചാരണം അറബി ഖുർആനിൽ പറയേണ്ട രൂപത്തിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. എന്താണ് വ്യത്യാസം? റാഇന് മധ്യനിലക്ക് ശബ്ദം നടക്കേണ്ടതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മുസ്തരി എന്ന് പറയുമ്പോൾ റാഇന് തീരെ സമയം കിട്ടുന്നില്ല. മാത്രമല്ല മലയാളം പോലെ മർക്കസ് എന്നൊക്കെ നമ്മൾ സാധാരണ ഒരു മലയാളം പോലെ പറയുമ്പോൾ ഉള്ള ഉച്ചാരണമേ സംഭവിക്കുന്നുള്ളൂ. പക്ഷെ ഖുർആനിൽ പറയുമ്പോ അൽ മുർസലീൻ, അതുപോലെ ഖുർആൻ പറയുമ്പോഴും അങ്ങനെ തന്നെ അവിടെ ഉണർത്താൻ വിട്ടുപോയത്. ഖുർആൻ എന്നല്ല, അൽ ഖുർആൻ. എന്താണ് മറിയം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം വ്യത്യാസമുണ്ട് ഖുർആന്റേത്. വസ്കുർ ഫിൽ കിതാബി മറിയം, മറിയം. അതേപോലെ അൽ മുർസലീൻ എന്ന് പറയണം. അലാ സിറാത്തിൻ മുസ്തഖീം. അവിടെ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? അറബി ഉള്ളവരൊക്കെ നടിച്ചാട്ടെ. ഈ ആയത്തിൽ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന ആയത്തില് ആദ്യ അക്ഷരം ഖുർആനിൽ എന്താണ്? ഐനാണ്, അല്ലെ? പക്ഷെ നിങ്ങൾ ഇന്നക ലമിനൽ മുർസലീൻ പിന്നെ അലാ സിറാത്തിൻ മുസ്തഖീം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തനി ഹംസയാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞു നോക്കിയാൽ അറിയാൻ പറ്റും. അലാ ഇന്ന ഔലിയാ അല്ലാഹി എന്ന് പറയുന്നതും അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതും രണ്ടും ഒരേ സ്ഥലത്ത്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അപ്പൊ നമ്മൾ ഐനിന് പകരമായി നമ്മൾ പറഞ്ഞു വരുന്നത് പല സ്ഥലത്തും ഹംസയാണ് എന്നർത്ഥം. റബ്ബിൽ ആലമീൻ എന്തൊക്കെ വിശേഷം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് തനി ഹംസയാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഹംസയാണ് കേട്ടോ. അപ്പോ നന്നായി ശ്രദ്ധിക്കണം, അങ്ങനത്തെ എല്ലാ ഐനുകളും ശ്രദ്ധിക്കണം. വഅലാ ഇബാദില്ലാഹി എന്ന തഹിയ്യാത്തിൽ ഓതിയാൽ നിസ്കാരം സ്വഹീഹാവുകയില്ല. അങ്ങനെ എല്ലാ സ്ഥലത്തും സലാം കിട്ടുമ്പോഴാണെങ്കിലും ശരി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഹംസയാണല്ലോ, ഹംസന്റെ മഖറജ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ അല എന്ന് തുടങ്ങരുത്. അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, കഴിയുന്നുണ്ട്. അതുപോലെ അല അല എല്ലാരും പറഞ്ഞു നോക്കിയാട്ടെ. ആദ്യം ഹംസ പറഞ്ഞു നോക്കാം നമുക്ക്. അല അല ഇന്ന. ഇനി ഐൻ പറഞ്ഞു നോക്കാം. അല. എന്നിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നോക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. അല എന്നും പറയുക, അല എന്നും പറയുക. ഒരു ഉദാഹരണം. അല്ലെങ്കിൽ അലൈക്കും എന്ന് പറയുക, അലൈക്കും എന്ന് പറയുക. എന്നിട്ട് രണ്ടും രണ്ട് സ്ഥലത്തു നിന്നാണോ വരുന്നത്? അതായത് അല എന്നത് തൊണ്ടയുടെ താഴെയറ്റത്തു നിന്നും അല എന്ന ഐനുള്ള സ്ഥലത്തൊക്കെ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നും വരണം അക്ഷരം ആവണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ വരുന്നുണ്ടോ അല്ലേ, ശബ്ദം മാറുന്നുണ്ടോ അല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം തന്നെ വീക്ഷിച്ച് ഒരു പരിധിവരെ നിങ്ങൾക്ക് തന്നെ പിടിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഒരല്പം ശബ്ദം നടക്കുന്ന രൂപത്തിൽ ഉച്ചരിക്കണം.
അലാ സിറാത്തിൻ, അലാ സിറാത്തിൻ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ പലപ്പോഴും നമ്മൾ ഹംസ പോലല്ലേ വരുന്നത്? അപ്പൊ അലാ സിറാത്തിൻ മുസ്തഖീം. നമ്മളെ സ്വഹാബികളെ 3 ഖുലഫാഇന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീടുള്ള 3 ഖുലഫാ റാഷിദീങ്ങളെ പേരും ഐന് കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷേ നമ്മളെ നിർഭാഗ്യം എന്ന് പറയാം, അവരുടെ 3 ആ സ്വഹാബികളുടെ പേരും ഹംസ കൊണ്ടാ പറയാറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അലി സോപ്പൊക്കെ അലിയുക എന്ന് പറയുന്ന അലിയാണ് നമ്മൾ പറയുന്നത്, അലി. അപ്പൊ അലിയാണ്, ഉസ്മാനാണ്, ഉമറാണ്. അവനക്കുള്ള മരുന്ന് എന്താണ്? അക്ഷരങ്ങളുടെ വ്യത്യാസം മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് അലി എന്ന് കേട്ടത്, അത് ഹംസന്റെ മഖ്റജ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ അലാ സിറാത്ത് എല്ലാ സ്ഥലത്തും ശരിയാക്കണം. സാധാ സംസാരത്തിലും അതേപോലെ തന്നെ ദിക്റുകളിലാണെങ്കിലും എല്ലാ സ്ഥലത്തും. സ്വലാത്ത് അല്ലാണെങ്കിൽ അലാ ഹബീബിക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവില്ല. അലാ ഹബീബിക എന്ന് പറഞ്ഞാല് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവില്ല. അത് അലഗ് എന്നൊക്കെ പറയണ അങ്ങോട്ടേ പോവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ എന്നർത്ഥം വരണമെന്നുണ്ടെങ്കിൽ അലാ എന്നാവണം കേട്ടോ. അപ്പൊ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം, അങ്ങനെല്ലാം പഠിക്കണം. ഹദീസിൽ നമ്മൾ നാളെ പറഞ്ഞതുപോലെ അലാ സിറാത്തിൻ. ഫാത്തിഹയിൽ എപ്പോഴും ഉസ്താദുമാർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് സിറാത്തല്ലദീന എന്ന്. സ്വാദിന് പകരം സീനും ത്വാഇന് പകരം ഥാഉം പറഞ്ഞു പോകരുത്. ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ആ വേർഡിൽ നമ്മൾ പഠിക്കണം. സിറാത്തല്ലദീന, സിറാത്തല്ലദീന, ഇഹ്ദിന സിറാത്ത, അലാ സിറാത്തിൻ മുസ്തഖീം. സിറാത്തിൻ എന്ന് പറഞ്ഞാലും ആവൂല, സിറാത്തിൻ. അത് ഒരു ചില ആളുകൾ പറയുമ്പോ നമ്മൾ രഥം ശരിക്കും ശ്രദ്ധിക്കണേ, അക്ഷരങ്ങളുടെ ശബ്ദമാണ് പറയുന്നത്. രഥം എന്നോ അല്ലെങ്കിൽ പദാർത്ഥം എന്നോ പറയുന്ന രൂപത്തിൽ ആണ് സിറാത്തല്ലദീന, സിറാത്തല്ലദീന എന്ന് പറഞ്ഞാലും അത് നമ്മൾ വിചാരിക്കുകയാണ് ആവുണ്ട്. സംഗതി അത് ഒരു തഫ്ഹീമാക്കപ്പെട്ട ആവണുള്ളൂ. ലൂത്ത്, ലൂത്ത് എന്ന് പറയാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറയുമ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ പദങ്ങളുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റ് നടന്ന തായിനെ തസ്ഹീമാക്കി എന്നേ ഉള്ളൂ. പോയിന്റെ ശബ്ദം അങ്ങനെയല്ല. രണ്ട് പുള്ളിയുള്ള അക്ഷരം സിറാത്തിൻ അലാ സിറാത്തിൻ. അതിപ്പോ തന്നെ എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കൂ. ഐനും സ്വാദും ത്വാഉം പറഞ്ഞു നോക്കണല്ലോ, എന്നാലേ ഇത് ശരിയാവുള്ളൂ. അലാ സിറാത്തിൻ, അലാ സിറാത്തിൻ പറഞ്ഞു എല്ലാരും. അപ്പൊ അലാ സിറാത്തിൻ മുസ്തഖീം. മുസ്തഖീം പറയുമ്പോൾ കണ്ടോ സീന് കേൾക്കുന്നു. നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ ഈ സീൻ ആരും കേൾക്കുന്നില്ല. സീനിന്റെ ശബ്ദം അങ്ങനെയല്ല. പിന്നീട് വരുന്നത് ആരാണ്? എന്നല്ല, മുസ്തഖീം. ഇന്നലെ ഒരു ക്ലാസ്സിൽ ഓദിപ്പിച്ചപ്പോഴും പല ആളുകൾ ഓതുന്നത് മുസ്തഖീം എന്നാണ്. അവിടെ പറയും. ഉള്ളയിടത്ത് എന്തും പറയും, ും പറയും. ഉള്ളയിടത്ത് നല്ല ഉഷാറായിട്ടൊരു പറയും, മുസ്തഖീം, മുസ്തഖീം. അവിടെ അലിഫ് ബാത്ത എന്ന് പറഞ്ഞ അതന്നെ അലാ സിറാത്തിൻ മുസ്തഖീം. അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. മുസ്തഖീം, മുസ്തഖീം. അപ്പൊ എല്ലാവരുടെ കൂടെ നോക്കുക.
إنك لمن المرسلين على صراط مستقيم إنك لمن المرسلين على صراط مستقيم. മുസ്തഖീം എപ്പോഴും പറയുന്നത് നഖീന്നോ മുസ്തഖീന്നോ ഒക്കെ പറഞ്ഞാൽ അർത്ഥമൊക്കെ മാറിപ്പോവും. ഖുർആനിലെ വലിയ തെറ്റാവും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ മുസ്തഖീം എന്നും സിറാത്തിൻ എന്നും മാത്രം മൊഴിയപ്പെടുന്ന രൂപത്തിലുള്ള ഒരു സ്പീഡിലുള്ള പാരായണം തനിച്ച തെറ്റാണ് എന്നാണ് നേരത്തെ ഉണർത്തിയത്. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, സ്വാദും ഫാവും ഈ സ്പീഡിൽ ഓതിക്കഴിഞ്ഞാൽ എനിക്ക് തെറ്റുമെന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടെങ്കിൽ ആ സ്പീഡ് പിന്നെ കുറക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കൂടെ എത്താനോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 40 യാസീൻ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ 13 യാസീൻ പൂർത്തിയാക്കാനോ 11 യാസീൻ അത് ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഏൽക്കും ചെയ്തു. അങ്ങനെ ഏറ്റ സ്ഥിതിക്ക് ഇതേതായാലും ഓതി തീർക്കുക, മറ്റു ശരിക്കുള്ള ഓത്ത് നമുക്ക് പിന്നെ ഉസ്താദിന്റെ ഒപ്പം ഓതാം എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടോ എന്നാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ എപ്പോൾ ഓതുകയാണെങ്കിലും, നേർച്ചാക്കിയത് ഓതുകയാണെങ്കിലും, ഒരാളോട് ഏറ്റത് ഓതുകയാണെങ്കിലും, എങ്ങനെയാണെങ്കിലും അള്ളാഹുവിന്റെ കലാമല്ലേ ഓതുന്നത്, ഖുർആനല്ലേ ഓതുന്നത്, അല്ലെങ്കിൽ പിന്നെ വേറെന്തേലും ആവണം. ദിക്ർ തന്നെ തെറ്റിക്കാൻ പാടില്ല എന്നാണ് കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ധാരാളം കിതാബുകൾ വായിച്ച ഉസ്താദ് നമ്മളെ ഉണർത്തിയത്. അപ്പൊ പിന്നെ അക്ഷരങ്ങൾ ശരിയായി വായിക്കുന്ന ഒരു സുഗമമായ ഒരു ഉച്ചാരണ കഴിവിലേക്ക് നമ്മുടെ വായക്ക് പരിശീലനം കിട്ടുന്നതിന് മുമ്പ് തന്നെ സ്പീഡിലുള്ള ഓത്ത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് വലിയ തെറ്റാവും. അറിയാതെ തെറ്റ് വരുന്നതിനേക്കാളും വലിയ തെറ്റാണ് മനഃപൂർവ്വം തെറ്റ് വരുത്തലാവുന്നത്. പഠിക്കാതിരിക്കുന്നു എന്നത് ഒരു തെറ്റുണ്ട് എന്ന് ഉറപ്പോടുകൂടെ വീണ്ടും കടുപ്പ് ഓതുക. ഇപ്പൊ മെല്ലെ ഓതുന്ന സമയത്തൊക്കെ ഫാത്തിഹ നന്നായിട്ട് ഉസ്താദുമാരുടെ മുന്നിൽ ഓതിക്കൊടുത്ത ആള് തന്നെ സിറായിട്ട് ഓതനയിടത്ത് വീണ്ടും ശ്രദ്ധിക്കാതെയാണ് ഓതുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എങ്ങനെയാണ് ഓതുന്നത്, അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകം ഒന്ന് ചിന്തിക്കുകയും അത് നിർബന്ധമായിട്ട് ആ പരിപാടി നിർത്തണം. അപ്പോ ഇപ്പൊ നമ്മൾ ഓതിയതുപോലെ ഈ സ്പീഡിലെ ഓതാവൂ. എന്നിട്ട് ആർക്കാണ് സ്പീഡിലുള്ള ഓത്തും പറ്റുമെന്ന് പറയുന്നത്? സാവധാനത്തിലും മധ്യനിലക്കൊക്കെയുള്ള ഓത്തിൽ സാവധാനത്തിൽ ഓത്തി അക്ഷരങ്ങളൊക്കെ വഴങ്ങി പിന്നെ ഒരൽപ്പം സ്പീഡ് കൂട്ടി മീഡിയം, അങ്ങനെ തദ്വീർ എന്ന് പറയും. അങ്ങനെ ഓതുമ്പോഴും അക്ഷരങ്ങളും ഹറക്കാത്ത് സുക്കൂനുകളൊക്കെ വൃത്തിയായി പറയാൻ കഴിയുന്നുണ്ട്. ഒരക്ഷരം മറ്റൊരക്ഷരത്തെ ഗാലിബാവുന്നില്ല, ആകർഷിക്കുന്നില്ല, മുസ്തഖീം തൊയ്യർന്നാവണില്ല, അൻഅംത അലൈഹിന്ന് ഐൻ ഹംസയാവുന്നില്ല. ഇങ്ങനെ എല്ലാം സുഗമമായി പറയാൻ കഴിയുന്നുണ്ട്. അങ്ങനത്തെ ആൾക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി ഹദറായിട്ട് ഓതാം. അതേ സമയത്ത് ലൈസൻ കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ 120 പോയാൽ എങ്ങനെ ഉണ്ടാവും? ആ ഒരു രൂപത്തിലാണ്. അത് എവിടുന്ന് അറിയില്ല എന്ന് മാത്രം, അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ ഈ ഓതിയതിന്റെ ഒക്കെ കുറ്റങ്ങൾ എത്രമാത്രമായിരുന്നു എന്ന്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എത്രയും പെട്ടെന്ന് ശരിയായ ഉച്ചാരണം അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ. അപ്പോ അലാ സിറാത്തിൻ മുസ്തഖീം എന്ന് തന്നെ എല്ലാവരും പറഞ്ഞ് ശീലിക്കന്നെ വേണം. തൻസീലൽ അസീസിർ റഹീം. ഇവിടെ ഞാനിപ്പോ ഓതിയപ്പോ നിങ്ങളുടെ അതിന്റെ ഉച്ചാരണം മനസ്സിലാക്കിയല്ലോ. തൻസീല ആണ് അവിടെ അല്ലെ. പിന്നെ അൽ അസീസി രണ്ടാമത്തെ വേർഡ്, അൽ അസീസി ഐനാണ് സായാണ്. അടുത്ത വേർഡ് അർ റഹീം, തൻസീലൽ അസീസിർ റഹീം. ഇവിടെ കുറെ തെറ്റുകൾ ഇവിടെ കേൾക്കാറുണ്ട്. തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം ഇങ്ങനെയോ മറ്റൊക്കെ, അല്ലെങ്കിൽ തീരെ കേൾക്കാത്തൊരു ഒരു സൈലന്റ് ആയിട്ടുള്ള തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം ഇങ്ങനെ ഉള്ള ഉച്ചാരണങ്ങളുണ്ട്. അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എവിടെ പറയുകയാണെങ്കിലും, ദിക്റിലാണെങ്കിലും അസ്മാഉൽ ഹുസ്ന പറയുകയാണെങ്കിലും
സീസു അസ് എന്ന് നഹ്ലിന്റെ ശബ്ദം. നഹ്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? നഹ്ലിന്റെ ശബ്ദത്തോട് സാദൃശ്യമായ ഒരു ശബ്ദം എന്നാണല്ലോ ഉസ്താദ്മാര് പറഞ്ഞത്. അതെ, ഹണീബിയുടെ തേനീച്ച എന്ന് മൂളുമ്പോഴുള്ള ഒരു ശബ്ദമാണ്. അതിനോട് സാദൃശ്യമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വകാന അല്ലാഹു അസീസൻ ഹകീമാ. പക്ഷെ ഈ സായുടെ വ്യത്യാസം നമ്മൾ അറിയാത്തതുകൊണ്ട് സാ പറയുമ്പോൾ ഈ ശബ്ദം ഇല്ലാതെ എന്നുള്ള കാറ്റ് നടന്നു കഴിഞ്ഞാൽ ഉടനെ സീനാവും. കാരണം രണ്ടുപേരെ മഖ്റജാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ സായുള്ള അറബി പദങ്ങൾ പറയുന്നിടത്തൊക്കെ സീനാണ് ആവണത്. അബ്ദുൽ അസീസ് എന്ന് പേരുള്ള ആളെ നമ്മൾ അസീസ്ക എന്നാണ് പറയുന്നത്, അബ്ദുൽ അസീസ്. അതുപോലെ തന്നെ സുഹ്റ എന്നുള്ളതിനെ നമ്മൾ സൂറ എന്നാ പറയുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം എന്നത് നമ്മൾ സക്കരിയ എന്നാ പറയുന്നത്. സക്കരിയ. സക്കാത്ത് കൊടുക്കുക എന്നതിന് നമ്മൾ സക്കാത്ത് കൊടുക്കുക എന്നാ പറയുന്നത്. ഉസ്താദ് ഇതിന്റെ എന്റെ അടുത്ത് ഇത്ര രൂപ ഡിപ്പോസിറ്റ് ഉണ്ട്, അപ്പൊ അതിന് എത്ര സക്കാത്താ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിത്ര സക്കാത്ത് എത്ര കിലോനാണ് കൊടുക്കേണ്ടത്? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അങ്ങനെ റളിയല്ലാഹു അൻഹു ഉണ്ടോന്ന് അറിയില്ല, ഉസ്താദിനോട് ചോദിച്ചാൽ അറിയാം. വേറെ റളിയല്ലാഹു അൻഹു ചിലപ്പോ ഉണ്ടായിക്കൂടായില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മഹാന്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. സൈനുൽ ഉലമ എന്നല്ല, സൈൻ. ഓക്കെ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി. യാ അല്ലാഹ്. അപ്പോ സ എന്നൊരക്ഷരം സൈനബ് റളിയല്ലാഹു അൻഹു, മാഷാ അല്ലാഹ്, സൈനബ് റുഖിയ ഫാത്തിമായ ഫാഹിമു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ പേരാണ് അല്ലെ സൈനബ്. പക്ഷെ നമുക്ക് മലയാളത്തിൽ സ എന്ന് എഴുതാൻ കഴിയാത്തത് കൊണ്ട് സീൻ എഴുതുന്നു. സീനത്ത്. അവിടെ നമ്മൾ സീനത്ത് ടെക്സ്റ്റൈൽസ് എന്നാണ് പറയുന്നത്. അപ്പോ ആകെ പ്രശ്നമാണല്ലേ ചിന്തിച്ചു നോക്കുമ്പോ. ആകെ പ്രശ്നമായിട്ടാണ് ഇപ്പൊ മനസ്സിലാണ്. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറബി അക്ഷരങ്ങളുമായി നമ്മൾ സ്വയം ബന്ധപ്പെട്ടില്ല, നമ്മളെ മക്കളെയും ബന്ധപ്പെടുത്തുന്നില്ല. ഇംഗ്ലീഷിലാണ് കാര്യമായ ശ്രദ്ധ. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് തിരിച്ചു വരാ. ഇത് വെറുതെ ഉണ്ടാക്കി പറയുകയല്ല. തൻസീൽ അൽ അസീസ് റഹീം എന്ന് പല സദസ്സുകളിലും ആളുകളിൽ നിന്ന് കേട്ടതുകൊണ്ട് പറയുകയാണ്. തൻസീൽ അൽ അസീസ് റഹീം എന്നോ തൻസീൽ അൽ അസീസ് റഹീം. അപ്പൊ അതിന് നല്ലൊരു വഴിയാണ്. ഞാൻ പലരിലും മാഷാ അല്ലാഹ് പരീക്ഷിച്ച് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് എന്ത് സംസാരിക്കുകയാണെങ്കിലും സലാം പറയുകയാണെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറയാം, വഅലൈക്കും അസ്സലാം എന്ന് പറയാം. സ്വയം നമ്മുടെ പേരുകളും മക്കളെ പേരുകളും ആദ്യം ഒന്ന് ശരിയാക്കി പറയാം. നമ്മുടെ വാപ്പാന്റെ പേരൊക്കെ ഒന്ന് അതിനാദ്യം ചിലർക്ക് അറിയുന്നില്ല. പലപ്പോഴും ഉസ്താദ്മാര് ക്ലാസ്സിൽ പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോ എന്താണ് പേര് എന്ന് ചോദിക്കും. അപ്പൊ മൂപ്പർക്ക് തന്നെ പേര് തീരുമാനം ഉണ്ടാവില്ല. കാരണം അവിടെ ഇപ്പൊ ഹ ആണോ ഹ ആണോ എന്ന് വെച്ചാല് അതറിയില്ല ഉസ്താദ്. ഇംഗ്ലീഷിൽ എച്ച് എന്നടല് എന്നാണ് പലരുടെയും മറുപടി. തീരുമാനമില്ല, സ്വന്തം പേരിന്റെ അക്ഷരങ്ങൾ തീരുമാനമില്ല. പല ആളുകളിൽ നിന്നും കേട്ടിട്ടുള്ള ഒരു മറുപടിയാണ്. ക്ലാസ്സുകളിൽ കുറെ 30 വയസ്സായിട്ടുണ്ടാവും, ഇപ്പോഴും സ്വന്തം അറബി പേരിന്റെ സ്പെല്ലിങ്ങുകൾ തീരുമാനമായിട്ടില്ല. അപ്പൊ അറബി അക്ഷരങ്ങളിൽ ആയിട്ട് നമ്മൾ അടുക്കണം. നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷ അറബിയാണല്ലോ. ലുഗത്തുൽ ഖുർആൻ, ലുഗത്തുൽ അഹ്ലിൽ ജന്ന, ലുഗത്തു അഹ്ലിൽ ജന്ന, ലുഗത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. പിന്നെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള, നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞൊരു ഭാഷ കൂടിയാണ് തഅല്ലമുൽ അറബിയ്യ. അപ്പൊ എല്ലാവരും അറബി അക്ഷരങ്ങൾ
ങ്ങളെ നന്നായിട്ട് ശരിയായി ഉച്ചരിക്കും. നമ്മളെപ്പോഴും പറയുന്ന വേർഡുകളിലെ അറബിയുടെ യഥാർത്ഥ സ്പെല്ലിംഗ് ഏതാണെന്ന് അറിയാത്തത്, സംശയമുള്ളത് ഉസ്താദന്മാരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ലിഖിതമായിട്ടുള്ള ഇടത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞത് വളരെയധികം ഫലവത്തായിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതല്ലേ, എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ സാധാ സംസാരത്തിൽ നിങ്ങൾ സ്ഫുടമായ അറബി ഉച്ചരിക്കുക അക്ഷരങ്ങളെ, എന്നാൽ കൈ തുഅരിബുൽ ഖുർആൻ, അഅരിബുൽ കലാമ കൈ തുഅരിബുൽ ഖുർആൻ, അത് നിങ്ങൾ എല്ലാവരും അമൽ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഖിറാഅത്ത് നമുക്ക് വളരെ സുഗമമായി അക്ഷരശുദ്ധിയോടുകൂടെ പറയാൻ കഴിയും. ഏതായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. തൻസീല, പിന്നെ ഉള്ള പദവും നമ്മൾ പറയുന്നില്ല. തൻസീൽ അൽ അസീസുർ റഹീം ഉണ്ടോ? തൻസീൽ അൽ അസീസുർ റഹീം, തൻസീലല്ല എന്നാണ്. എല്ലാവരും പിന്നെ ക്ലാസ്സിലുള്ളവർ നോക്കൂ. തൻസീലൽ, ലൽ കഴിഞ്ഞിട്ട് എന്നാണ്, ലൽ എന്ന് വരേണ്ട സ്ഥാനത്താണ് തൻസീലൽ അസീസി എന്ന് ഒന്നുകിൽ, അല്ലെങ്കിൽ തൻസീലൽ അസീസി, ലല്ലസീസി എന്നാണ്. ഞാനിപ്പോ ഈ എഴുതിയ രൂപത്തിലാണ് നമ്മൾ വായിക്കുന്നത്. തൻസീലൽ അസീസുർ റഹീം, അതായത് ഐനിന് പകരം ലാമിനൊരു ഷദ് കൊടുത്തിരിക്കുകയാണ്. അത് ഇവിടെ മാത്രമല്ല, റബ്ബിൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്ത് പറയുന്നറിയോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിപ്പോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക, റബ്ബിൽ ലാലമീൻ. ഇനി നോക്കൂ, വഹുവസ് സമീഉൽ അലീം എന്ന് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ പറയുന്നത് വഹുവസ് സമീഉൽ അലീം എന്നാണ്. ആയത്തുൽ കുർസി അവസാനിപ്പിക്കുകയാണെങ്കിൽ വഹുവൽ അലിയുൽ അലീം അല്ലേ? നിങ്ങൾ പിന്നെ ഒന്ന് കടുപ്പ് ഓതിയിട്ട് ഓതണ്ട, നിങ്ങളൊന്ന് അത് മാത്രം ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. വഹുവൽ അലിയുൽ അലീം എന്ന് പറയുമ്പോൾ ഏത് അക്ഷരാണ് പോയത്? അറബിയുള്ളവരൊക്കെ അടിച്ചാട്ടെ. ولا يؤوده حفظهما وهو العلي العظيم എന്നിപ്പോ നല്ല മട്ടത്തിൽ ഓതി കഴിഞ്ഞാൽ ഏതക്ഷരം പോയി? ചിലരെല്ലാം ശൈലി വേം വശത്താക്കും, പക്ഷെ അക്ഷരങ്ങൾ ഉണ്ടാവില്ല. എങ്ങനെ മൂക്കൊണ്ട് മൂളിപ്പാട്ട് ഐനാണ്. വഹുവൽ അലിയുൽ അളീം. ഐനുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം ലാമിന് സുക്കൂൻ ചെയ്യണ്ടേ? വഹുവൽ, ഈ ഐന് കളഞ്ഞീന് പ്രായശ്ചിത്തമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ലാമിന് അപ്പുറത്തൊരു ഫത്ഹും, ഐനേതായാലും ഉച്ചരിക്കണല്ലോ, അപ്പൊ അതിന്റെ ഫത്ഹ ആർക്ക് കൊടുത്തു? ലാമിന് കൊടുത്തു. അങ്ങനെയാണ് വഹുവൽ അലിയു. നമ്മൾ സ്വന്തം ഒരു പരിപാടി, വഹുവൽ അലിയുൽ അളീം. അപ്പൊ അവിടെ എല്ലാരും വഹുവൽ അലിയുൽ അളീം, എല്ലാരും ഒന്ന് പറഞ്ഞാട്ടെ. വഹുവൽ അലിയുൽ അളീം, വഹുവൽ അലിയുൽ അളീം. എന്താണ് ഖത്തറടിച്ചത്? വഹുവൽ അലിയുൽ അളീം എന്നാണ് അവിടെയും കേട്ടോ. കാരണം അലീമും അലിയും ആണ് അള്ളാഹുവിന്റെ പേര്. യാ അല്ലാഹ്. പിന്നെ അർ റഹീം എന്നത് എപ്പോഴും ഹാവ് പറയേണ്ടത് തന്നെ അല്ലെ? അപ്പോ എല്ലാവരും ഒന്നുകൂടെ ഓതിയാട്ടെ. തൻസീലൽ അസീസിർ റഹീം, തൻസീലൽ അസീസിർ റഹീം. അപ്പോ അവിടെ ഒരു കാര്യം, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ പോരാ. ഞാൻ വ്യത്യസ്ത ഉദാഹരണങ്ങൾ പറഞ്ഞത് അൽ എന്നോ അല്ലെങ്കിൽ അൻ എന്നോ കഴിഞ്ഞിട്ട് ആന്ന് വരുന്ന പദങ്ങൾ നിങ്ങൾ ദിക്റിലോ സ്വലാത്തിലോ ഏത് സൂറത്തിലാണെങ്കിലും നിങ്ങൾ ഓതുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം. ഐനെ കളഞ്ഞുകൊണ്ട് ആ ലാമിനോ നൂനിനോ ഫത്ഹ് കൊടുക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അന്നം എന്നാണ് പറയുന്നത് പലരും. എല്ലാരും അങ്ങനെയാണെന്നല്ല, പക്ഷെ നമ്മൾ ഇത് ശരിക്കും നാവിന് വശം വരുന്നതിന് മുമ്പ്, അന്ന എന്ന് പറഞ്ഞ് ഒരു പരിശീലനം സിദ്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്പീഡിൽ ഓതിപ്പോയി. അതുകൊണ്ട് ഇപ്പോഴും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നമ്മൾ അന്നം തിന്നാന്നൊക്കെ പറയില്ലേ, ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് ഈ അന്നംത്തെ ഉസ്താദെ ആളുകൾ പറയുന്നത് അന്നംത അലൈഹിം. സ്പീഡിൽ ഓടുമ്പോ സിറാത്തൽ ലദീന അൻ എന്ന് സുക്കൂനാക്കിയിട്ട് വേണം പിന്നെ തൊണ്ടയിൽ നിന്ന് പറയാൻ. അതിന്
നമ്മളൊന്ന് സാവകാശം ചെയ്തു കൊടുക്കണം. അത് പറയുന്നില്ല. അൻ ആ എന്നിടത്ത് നമ്മൾ അൻ എന്ന് അവിടുന്ന് തന്നെ എന്ത് പറയാണ് ആണ് പറഞ്ഞു പോകണം. അന്നംത തൊണ്ടയിലേക്ക് വരുന്നില്ല. അൻഅംത അൻഅംത അതേ കാര്യം തന്നെയാണ് ലാമിന് ശേഷം സുക്കൂനുള്ള ലാമിന് ശേഷം വന്നാലും. അതുകൊണ്ടാണ് ഇവിടെ തെറ്റിപ്പോകുന്നത്. ഞാൻ ചോദിക്കാൻ നിൽക്കായിരുന്നു അടുത്ത ക്ലാസ്. അപ്പൊ അബൂ സാജിദ് ഉസ്താദിന് ചെറിയൊരു ചുമയുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹു പരിപൂർണ്ണ ശിഫ നൽകട്ടെ. നമ്മളെ തഫ്സീർ ക്ലാസ് എടുക്കുന്ന ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാരും ഒന്നുകൂടെ പറഞ്ഞാട്ടെ. തൻസീലൽ അസീസിർ റഹീം لتنذر قوما ما أنذر آباؤهم فهم غافلون. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ബലമൊന്നും പിടിക്കാതെ സിമ്പിളായിട്ട് ഓതാൻ പറ്റുന്നതാണ് ഖുർആൻ. ലിതുൻസിറ ഖൗമൻ. നോക്കൂ, അവിടെ നൂൻ കഴിഞ്ഞിട്ട് ദാലാണുള്ളത്. നിങ്ങൾ തുൻസിറ എന്ന് പറഞ്ഞു പോകരുത്. തുന്തിറ കൗമമ്മ ഉന്തിറ ആബാഹും. മുന്തിരി എന്ന് പറയണ അത് തന്നെയാണ് നമ്മൾ മുൻസിരീൻ എന്ന് പറയണത്. മുന്തിരിയാണ് പറയണത്. മുൻസിരീൻ മുന്നറിയിപ്പ് നൽകുക. അതേ പദം തന്നെയാണ് ഇത്. തുന്തിറ കൗമമ്മ ഉന്തിറ ആബാഹും. ഇങ്ങനെ ആരെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തുൻസിറ ഖൗമമ്മ ഉൻസിറ, അത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. അത് ദാൽ എന്ന് പറയുന്ന ഒരു അക്ഷരം അറബിയിലുണ്ട്. ദാൽ എന്ന് പറഞ്ഞാൽ നാവിന്റെ തല മേലെ മുമ്പല്ലിന്റെ തെല്ലിൽ ഒരു കണ്ണാടി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാവിന്റെ തെല്ല് ഇങ്ങനെ കാണും. ലിതുൻസിറ ഒരല്പം മേലെ മുമ്പലിന്റെ തെല്ലിൽ ആ മൂർച്ചയുള്ള ഭാഗത്ത് തട്ടും നാവിന്റെ തല. അങ്ങനെ പറഞ്ഞാൽ വല്ലാതെ അമർത്താതെ പറയണം. എല്ലാം ടച്ചാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇതാല് കേൾക്കൂല. അല്ലെങ്കിൽ തുന്തിറാന്ന് തന്നെ വരുള്ളൂ മഖ്റജിൽ തട്ടിക്കഴിഞ്ഞാൽ. പിന്നെ ഖൗം എന്ന പദവും വളരെ സൂക്ഷിച്ച് പറയണം. തെറ്റോന്ന് പേടിക്കണം. ലിതുൻസിറ ഖൗമൻ. ആദ്യം തന്നെ ഖൗമമ്മ എന്ന് പറയത്. ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഖോ ആദ്യം ഖാഫിന് ഫത്ഹ ചെയ്യണം. അതിന് ചുണ്ട് നേരെ പിടിക്കണം. ഖൗമൻ ഖൗമൻ. ഖൗമമ്മ കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ മലയാളം പോലെ പറയുന്ന ഒരു പദമാണ് ഖൗം എന്നത്, അല്ലെ? ഈ കൗമീങ്ങളെ ഫിത്തനയാണിത് എന്ന് പറയും, അല്ലെ? കൗമീങ്ങൾ. അപ്പൊ കൗമാണ് പറയണത്. പക്ഷെ ഉള്ളത് ഖൗമാണ് കേട്ടോ. ഖൗം എന്ന് വേറെ പദമുണ്ട്. പക്ഷെ ഇവിടെ ഖൗമാണ്. സമുദായം, ഒരു കൂട്ടം ആളുകൾക്കൊക്കെ പറയാം. കേൾക്കുന്നുണ്ടല്ലോ, അല്ലെ? അപ്പോ ലിതുൻസിറ ഖൗമൻ മാ ആ നെക്സ്റ്റ് രണ്ട് വേർഡിലും ഉള്ള 3 ഹംസകള് നമ്മൾ പറയണം. അതേ സമയത്ത് ഒരാൾ വായിക്കുകയാണ് ഖൗമൻ മാ ഉൻസിറ ആബാഉഹും എന്ന് പറയുമ്പോൾ എത്ര ഹംസ വന്നു? എല്ലാവരും പറയൂ. ഇവിടെ സജീവമായിട്ടുള്ള ആളുകളൊക്കെ ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ എന്ന് പറയുമ്പോൾ എത്ര ഹംസ വന്നു? തൈല് ഹംസ 3 ഹംസ ഉണ്ട്. പക്ഷെ ഞാൻ ഓതിയപ്പോ ഒറ്റൊന്നും വന്നിട്ടില്ലല്ലോ, അല്ലെ? ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും വന്നിട്ടില്ല. മാ ഉ എന്ന് പറയണ്ടേ? പിന്നെ ഉൻസിറ ആബാഉഹും എന്ന് പറഞ്ഞാൽ എങ്ങനെ ഹംസ ആവണം? ഉൻസിറ ആബാഉഹും. പിന്നെ ആബാഉ എന്നല്ലല്ലോ, ആബാഉ ആബാഉ. അപ്പൊ 3 ഹംസകള് നമുക്ക് ഉച്ചരിക്കാൻ കഴിയണം. പിന്നെ അബ എന്നത് നിർബന്ധമായ മദ്ദാണ്. ബാഇന്റെ മദ് 3 അലിഫ് തന്നെ നീട്ടി ശീലിക്കണം നമ്മള്. പിന്നെ ആബാഉഹും സഹും. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും വരുന്നത് തന്നെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സാക്കിനായ മീം ഉണ്ടാവൂല. എന്തുകൊണ്ടുണ്ടാവൂല? പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞതാണ്, സാക്കിനായ മീമിന്റെ ശേഷം വാവോ ഫാവോ വന്നു കഴിഞ്ഞാൽ
ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എന്താവും അറിയോ, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും അടാ ചുണ്ട് കൂടുന്നില്ല, ആബാഉഹും എപ്പോഴാണോ ചുണ്ട് കൂടുന്നത് അപ്പോൾ മീമാവും. ആബാഉഹും ആബാഉഹും ഇങ്ങനെ തന്നെ ഓതി പഠിക്കണം നമ്മള്. അപ്പൊ ഹും ഫീഹ ഖാലിദൂൻ എന്ന് പറയുന്നിടത്തൊക്കെ അങ്ങനെ തന്നെ ഹും ഫീഹ. നമ്മൾ വിചാരിക്കുകയാണ് മീമായി ഒരു മൂളുമ്പോ, പക്ഷെ യഥാർത്ഥത്തിൽ മീമില്ല. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമ്മള് ഖിറാഅത്ത് ശരിയാക്കാതെ സ്പീഡിൽ ഓതുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും മീമ് പോവും. ആബാഉഹും ഫഹും ഖാസിലൂൻ അടോ, ആബാഉഹും ഫഹും ആബാഉഹും ഫഹും ഖാസിലൂൻ. രണ്ട് സ്ഥലത്തും മീമ് പറയണം, പ്രത്യേകിച്ച് ഫായിന്റെയും വാവിന്റെ അടുത്ത്. പിന്നെ ഈ രണ്ട് ഹാകളും അബാവും ഫവും വാസിലും എന്ന് കാറ്റ് നടക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലിഫ് പോലെ എന്തോ ഒരു ശബ്ദമേ വരികയുള്ളൂ, അങ്ങനെ പറയരുത്. പിന്നെ അടുത്തത് ഫഹും എന്ന് കഴിഞ്ഞിട്ട് അടുത്ത ലാസ്റ്റ് വേർഡിലെ ആദ്യാക്ഷരം ഏതാണ്? ഈ ഫ്ലവറേരൊക്കെ ഒന്ന് പറയൂ. യാ അസ്ഹാബൽ അസ്ഹാർ. ഓട്ടോമാറ്റിക് ഫ്ലവർ ആണെന്ന് തോന്നുന്നു. റൂഹ മാത്രമുള്ളതെന്ന് തോന്നുന്നു അവരുടെ അല്ലേ. അപ്പോ മാഷാ അല്ലാഹ് കുട്ടിണ്ട് ഇവിടെ. അപ്പോ ഗാഫിലൂൻ എന്നിടത്ത് ഗൈനാണ്, ഗൈന് ഫത്ഹാണ്. അതേ സമയത്ത് ഒരാൾ പറയണം ഫഹും ഗാഫിലൂൻ, ഓ എന്ന് ഗൈൻ പറഞ്ഞാൽ തന്നെ അവിടെ ഒരു തെറ്റുണ്ട്, ഫത്ഹ നഷ്ടപ്പെട്ട് ഓന്നായി. ഓന്നായോ എന്നറിയാൻ കണ്ണാടി മുന്നിൽ വെച്ചാൽ മതി. ഓടുക എന്ന് പറയണേ, ഓടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറിയുടെ മുൻഭാഗം എങ്ങനെയാണുള്ളത് അതേപോലെയാണോ നിങ്ങൾ ഓസിലൂന്നും ഓയിരിൽ മഗ്ദൂബി എന്നും പറയണമെങ്കിൽ തെറ്റിപ്പോയി. അങ്ങനെ ഉച്ചാരണ അറബിയിലില്ല, ഗൈൻ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ബ എന്ന് പറയുമ്പോൾ ചുണ്ടുകളുടെ ഷേപ്പ് എന്താണോ അതെല്ലാം ഫത്ഹിനുള്ളത് തന്നെയല്ലേ. ബ വേണമെങ്കിൽ ഒന്ന് ഞാൻ പറയുന്നത് നോക്കൂ. കാരണം പലരും അക്ഷരങ്ങളെ പറയുമ്പോൾ തന്നെ ഐൻ ഓയിൻ എന്നാ പറയണത്. ക്യാമ ക്ലിയർ ഇല്ലാത്തവര് അതിന് ബുദ്ധിമുട്ടാവണ്ട, ശ്രദ്ധിച്ചാൽ മതി. ഐൻ വൈൻ ഉണ്ടോ, നമ്മുടെ ചിറയുടെ മുൻഭാഗത്തിന് ഒരു വ്യത്യാസവും ഉസ്താമാര് നമ്മളെ പഠിപ്പിക്കുമ്പോൾ വരുന്നില്ല. പിന്നെ എങ്ങനെയോ നമ്മൾ തെറ്റായി പഠിച്ചുപോയി, ഓയിൻ ഓസിലൂൻ എന്ന് പഠിച്ചുപോയി. അതുകൊണ്ടാണ് ഓയിരിൽ മഗ്ദൂബി എന്നും ഒമീശ്വരി ഗോസിഖിൻ അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഗഫാർ എന്ന് പറയാം, വഹുവൽ ഗഫാർ. പിന്നെ ആരോ ഉദാഹരണം പറയാ, ഗൈൻ കൊണ്ട് തുടങ്ങുന്ന വേറെ പേര് ഗാഫിറുസ്സംബി എന്ന് പറയുന്ന സ്ഥലത്ത് ഗാഫിറുസ്സംബി എന്ന് പറയാം. അപ്പൊ ഏതായാലും ഫഹും ഗാഫിലൂൻ എന്ന് ഗൈൻ പറയുന്നവർ തന്നെ ഹർക്കത്ത് തെറ്റിക്കുന്നുണ്ട്. മാത്രമല്ലാതെ അറബിയിൽ തന്നെ ഇല്ലാത്ത ഹർക്കത്തായിപ്പോയി. അതുകൊണ്ട് നമ്മൾ തിരുത്തണം. ഗാഫിലൂൻ ഗാഫിലൂൻ. എല്ലാ ഗൈനുകളും അങ്ങനെ തന്നെ, വേറെ ഇനി ഗൈനില്ല ഇവിടെ. ഓയിൻ എന്ന് പറഞ്ഞിട്ട് ഗൈനില്ല. കാരണം ചിലര് ഐൻ ഗൈന് വായിക്കൽ തന്നെ എങ്ങനെയാണെന്നറിയോ, അക്ഷരമാല പറയുകയാണെങ്കിൽ തന്നെ ഐൻ ഐൻ എന്നാ പറയാം. ഗൈന് പറയാൻ പഠിക്കൂല, രണ്ടും ഐൻ തന്നെ. ഐൻ ഐൻ രണ്ടും ഐൻ തന്നെയാണ്, പക്ഷെ ഒന്ന് ഒയിൻ ആക്കിയെന്ന് മാത്രം. ഞാൻ നൂണ് എന്ന് പറഞ്ഞാലും നിങ്ങൾ നൂണ് തന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പോലെ ഐന് ഐന് എന്ന് പറഞ്ഞ് ഈ ഗൈൻ മഖ്റജിൽ നിന്ന് നല്ല മട്ടത്തിൽ പറയുന്ന ആളെ തന്നെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഓ എന്ന് പറയാം. വൈൻ വൈൻ അപ്പോ അവിടെ നമ്മള് ഗഫലത്തായിട്ട് എന്ത് ചെയ്യരുത്, ഗാഫിലൂൻ എന്നാവരുത്. ഗാഫിലൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അശ്രദ്ധാവാണ്.
അപ്പൊ ആ പദം പറയുമ്പോ തന്നെ അശ്രദ്ധ ആയാലും പിന്നെ നമ്മുടെ കഥ പറയണം. അല്ല ബൂസിനും വാസിലു എന്ന് പറഞ്ഞാൽ തന്നെ വാസിലീങ്ങൾ എന്നാണ്, അശ്രദ്ധർ. അപ്പോ ഫഹും ഗാസിലൂൻ, ഫഹും ഗാസിലൂൻ ട്ടോ. ആസിലൂൻ എന്നൊക്കെ പഠിച്ചവര് ഉടനെ മാറ്റണം. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് സാവധാനം, നമ്മളെ മുന്നിച്ചാടരുത്, സാവധാനം ഓതണം. നിങ്ങൾക്ക് സ്പീഡൊക്കെ ഉണ്ടാവും, പക്ഷെ അക്ഷരങ്ങളൊക്കെ നല്ല പ്രാക്ടീസ് ഉണ്ടാവും എല്ലാവർക്കും അല്ലേ. പക്ഷെ നമുക്ക് അക്ഷരങ്ങളൊക്കെ വേണ്ടതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ആ പ്രാക്ടീസ് അവിടെ നിർത്തിവെക്കുക. എന്നിട്ട് എല്ലാ അക്ഷരവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്പീഡ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നോളും. അക്ഷരങ്ങളൊക്കെ പടിഞ്ഞ് ഒരു ഉസ്താദിനൊക്കെ ഓതിക്കൊടുത്ത് എല്ലാ അക്ഷരങ്ങളും ശരിയായി ഹറക്കത്ത്, അക്ഷരം വന്നാലും പോരാ. ഓഫിലും എന്ന് പറയുമ്പോ അക്ഷരം വന്നു അതിന് പറഞ്ഞ ആൾക്ക്, പക്ഷെ ഹറക്കത്ത് തെറ്റിപ്പോയി. ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോ ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. لتنذر قوما ما أنذر آباؤهم فهم غافلون. ഞാൻ ഓതിയപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആബാഉഹും എന്നാ പറഞ്ഞത്. അത് മലയാളത്തിലുള്ള ആയല്ല, അത് ആന എന്ന് പറയണ ആബാഉഹും പറയരുത്. ആബാഉഹും ആബാഉഹും ആണോ. ആഭാസം എന്ന് പറയണ അത് ഇവിടെയും പറയരുത്, അതൊക്കെ മലയാളമാണ്. ഇവിടെ പറയേണ്ടത് എന്നൊക്കെയാണ്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖൽ ഖൗലു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ലഖദ് എന്നല്ല, ലഖദ്. ആ പദം എടുത്തു നോക്കിയാൽ അതിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 3 അക്ഷരങ്ങളാണ് അല്ലെ, ല ഹോ ദ്. പക്ഷെ അവിടെ വായ നിറച്ച് പറയേണ്ടത്, വണ്ണിച്ച് പറയേണ്ടത് ഖാഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ലഖദ് ലഖദ് അപ്പൊ ഖാഫിനെ മാത്രമാണ്. അതേസമയത്ത് നമ്മള് ലഖദ് ഹഖൽ ഖൗലു എന്ന് പറഞ്ഞാൽ ആ ഒരു ഖാഫിന് വേണ്ടി, ശേഷമുള്ള ഖാഫിന്, ഹഖ എന്ന് പറയുന്ന ഖാഫിനൊക്കെ വേണ്ടി എല്ലാ അക്ഷരങ്ങളും വണ്ണിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മുടെ ഖിറാഅത്തിന്റെ ഭംഗി പോയി. ലഖദ് ഹഖൽ ഖൗലു കൊണ്ട് എല്ലാം വണ്ണിച്ചു. അവിടെയാണ് പ്രാക്ടീസ് ആവശ്യമുള്ളത്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്ഷരങ്ങളുടെയും സ്വഭാവം മറ്റേ അക്ഷരത്തിന് വരാതെ നേർപ്പിക്കേണ്ടത് നേർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി പോണം. ലഖദ് ഹഖ, ലഖദ് ഹഖ അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ ഭംഗിയാക്കിയിട്ട്. ലാന്നും വണ്ണിക്കരുത്, ദാല് വണ്ണിക്കരുത്, ഹ വണ്ണിക്കരുത്. ലഖദ് ഹഖൽ ഖൗലു, ലഖദ് ഹഖൽ ഖൗലു അലാ. ഖൗൽ എന്ന പദവും നമ്മൾ മലയാളം പോലെ ഇന്ന ഇമാമിന്റെ കൗല് പ്രകാരം എന്നൊക്കെ പറയും. കൗല് ഞങ്ങളുടെ നാട്ടിലെ കുട്ടികൾ ഇങ്ങനെ ചെറുപ്പത്തില് പ്രസവിച്ചു കഴിഞ്ഞിങ്ങനെ കമഴ്ന്ന് കിടക്കാൻ തുടങ്ങിയതിനെ പറ്റി കൗല എന്ന് പറയാം അല്ലെ. കൗലാൻ തുടങ്ങിയോന്ന് ചോദിക്കും. പിന്നെ കൗല എന്ന് പറയുമ്പോ ഒരു പൊടി ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഷാഫി ഇമാമിന്റെ കൗല്, മറ്റേ ഇമാമിന്റെ കൗല് എന്നൊക്കെ പറയും. കൗല എന്നല്ല, കൗലാണ്. അപ്പൊ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും കൗല് കൗല് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ മാത്രം കൗല് വരൂല. അങ്ങനെ ഒരു മേജിക് ഇല്ല. അതുകൊണ്ടാണ് എല്ലാ സമയത്തും നിങ്ങൾ കൗല് എന്ന് പറയൂ. ആ സമയത്ത് കാല കാല എന്ന് പറയും. പിന്നെ ഇത് ഖാല റബ്ബുക എന്നുള്ള സ്ഥലത്ത് കാല എന്ന് വരും. ആ സമയത്ത് അറബിയിൽ കാല എന്ന് പറഞ്ഞാൽ അളക്കുക എന്നർത്ഥം. ഖാല എന്ന് പറഞ്ഞാൽ പറയുക എന്നർത്ഥം. കൗലൂല. ഓക്കെ, അത് വിടും. പിന്നെ അതെ, കാലയും കീലയും, ഒരു കീല പ്രകാരം ഇങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ എഴുതിയേക്കും. കാരണം കീലയാണ് എല്ലാവർക്കും വേണ്ടത്. കീലയാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. കീല എന്ന് പറഞ്ഞാൽ അളക്കപ്പെട്ടു എന്നർത്ഥം. വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ
اكتالوا على الناس يستوفون وإذا كالوهم അവിടെ ചിലര് وإذا قالوهم എന്ന് പറയും. ഇവിടെയൊക്കെ പറയാത്തതിന് പകരം അവിടെ وإذا قالوا അവിടെ കാലൂഹും എന്നാണ്, അളന്നു കൊടുത്താൽ. കൈൽ ഔഫുൽ കൈല വലാ എന്നൊക്കെ ഉണ്ട് ഖുർആനില്. അപ്പൊ ഏതായാലും ഖൗൽ എന്ന് തന്നെ, പ്രത്യേകിച്ച് അവിടെ രണ്ട് ഖാഫ് അടുത്തടുത്ത് വരുന്നതുകൊണ്ട് ലക്കത് ഹക്കൽ ഖൗലു അല. അപ്പൊ എത്ര ഖാഫായി? 3 ഖാഫ് ഉണ്ട്. ഒരു ഖാഫിന് ശബ്ദും ഉണ്ട്. അപ്പൊ ലക്കത് ഹക്കൽ ഖൗലു അല എന്നാണ് പലരും ഓതുമ്പോ കേൾക്കുന്നത്. പല സദസ്സിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ ഇനി അങ്ങനെ സദസ്സിൽ ശ്രദ്ധിച്ചിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് നോക്കിയാൽ മതി, അപ്പോഴും ചിലപ്പോ കേൾക്കാൻ പറ്റും. അപ്പൊ ഏതായാലും ലക്കത് ഹക്കൽ കൗലു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. ലഖദ് ഹക്ക എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പറഞ്ഞു ചൊറിഞ്ഞു എന്നർത്ഥം. ഹക്കൽ കൗലു കണ്ടോ, അതുകൊണ്ടാണ് ഖുർആനല്ല എന്ന് പറയാൻ കാരണം. ചൊറിഞ്ഞു എന്നാവില്ല അർത്ഥം. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. കേട്ടോ. പിന്നെ ഖൗലു കഴിഞ്ഞിട്ട് എന്താണ് പദം? നേരത്തെ നമ്മൾ പരിശീലിച്ച അക്ഷരാണ് അല്ലെ. എല്ലാവരും ഒന്ന് നോക്കി, എല്ലാവരുടെ അടുത്തും മുസ്ഹഫ് വേണം. പിന്നീട് നിങ്ങളിത് റെക്കോർഡ് കേൾക്കുമ്പോഴും മുസ്ഹഫ് വേണം. അല്ലെങ്കിൽ ഇതിങ്ങനെ കഥ കേൾക്കണവരെ കേട്ടാൽ നമുക്ക് പിന്നീട് ഓതുമ്പോൾ ശരിയാവില്ല. ഐനാണ് ലഖദ് ഹഖൽ. എല്ലാവരും പ്രത്യേകിച്ച് ആ ഒരു കാര്യം മറക്കരുത്. നമുക്കൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന്റെ മാർഗങ്ങൾ, അതിന്റെ വഴി ശരിയായിരിക്കണം. ലക്ഷ്യം നന്നായാൽ പോരല്ലോ. അപ്പോ നിങ്ങൾ ഇത് ഇപ്പോൾ കേൾക്കുമ്പോഴും മുസ്ഹഫ് വേണം. പിന്നീട് നിർബന്ധമായിട്ട് റെക്കോർഡ് കേൾക്കണം. ഒറ്റ കേൾവി കൊണ്ട് കിട്ടൂല. അപ്പൊ ഇത് നമുക്ക് യാസീൻ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഓരോ ആയത്തും റെക്കോർഡ് കേട്ട് ഒരായത്തിന്റെ കഴിയുമ്പോൾ അവിടെ പോസ് ചെയ്യുക. എന്നിട്ട് ആ ആയത്ത് ശരിയായി ഉച്ചരിക്കുക. അങ്ങനെയാണ് ഇതിന്റെ വഴി. എന്നിട്ട് സെക്കൻഡ് ആയത്ത് കേൾക്കുക. എന്നിട്ട് അവിടെ റെക്കോർഡ് അവിടെ പോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് ശരിയാക്കി ആവർത്തിച്ച് പറയാം. എന്നാലേ നമുക്ക് പിന്നെ ശരിക്കും ഇത് പഠിക്കാനുള്ളൊരു ആവേശവും അതിന്റെ ഗൗരവം വരികയുമുള്ളൂ. നമുക്ക് അത് പരിശീലിക്കാൻ പറ്റത്തുള്ളൂ. സമയം കുറെ ആയില്ലേ, അവിടെ നിർത്തണം. ഈ ആയത്ത് കൂടെ നിർത്തല്ലേ, 7 ആയത്തായി. അപ്പൊ ഏതായാലും ഖൗലു അല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ലഖദ് ഹഖൽ ഖൗലു അല അക്സരിഹിം. ഖൗലു അല എന്ന് പറയുമ്പോ ഐനില്ലല്ലോ. അൽ ഖൗലു എന്ന് കഴിഞ്ഞിട്ട് അല വരുന്നുണ്ടോ നോക്കണം. അൽ ഖൗലു അല, അൽ ഖൗലു അല, അത് മാത്രം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, ഐന് വരുന്നുണ്ടോ. അൽ ഖൗലു അല, അൽ ഖൗലു അല. അസ്സലാമു അലൈക്കും നടത്തൊക്കെ അങ്ങനെ തന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ നമ്മൾ സലാം വീട്ടുന്നത് പിന്നെ ശരിയാവുന്നില്ല, ഐന് പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ 24 മണിക്കൂറും സലാം പറയുമ്പോഴൊന്നും ഐന് വരാത്തത് കൊണ്ടാണത്. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും ഐനില്ലാതെ പറഞ്ഞുകൊണ്ട് മടക്കുമ്പോ എന്താ പറയാ, വലൈക്കും സലാം എന്ന് പറയാം. അപ്പോഴും അതിനുണ്ടാവൂല. അതിനില്ലാത്ത സലാമിന് അതിനില്ലാത്ത മറുപടി പ്ലസ് അതെ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അവിടെ കൂലി കിട്ടൂല. പുറമെ പറയണ ചുരുക്കി പറഞ്ഞാൽ ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പോ പിന്നെ നമ്മളെ കൊപ്പറ അടിച്ചത് പോലെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നത്. അസ്സലാമു അലൈക്കും. കഴിഞ്ഞിട്ട് എന്തോ ഒരു ശബ്ദം ഉണ്ടായി. പിന്നെ ലൈക്കും എന്നാ പിന്നെ കേൾക്കുന്നത്. ലൈക്ക് നബി സലാം അലൈക്കും, നബി സലാം അലൈക്കും എന്നാണ് പറയുന്നത്. മലൈക്ക് അങ്ങനെയല്ല, അപ്പോൺ ഹിം എന്ന അർത്ഥത്തിന് നമ്മൾ കാര്യമായിട്ട് സ്വലാത്തും യശോദിനായരൊക്കെ ചൊല്ലി ഇത് അവിടത്തേക്ക് വിടുന്നത് ആ ഐനിലൂടെയാണ് അല്ലേ. അല്ലാഹുമ്മ സ്വല്ലി കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് മദീനത്തേക്ക് വിടുന്നത് ഈ അലമ്മലാണ് അതിന്റെ കണക്ക്. അല
അവിടുത്തെ മേൽ എന്ന് പറഞ്ഞാലല്ലേ അവിടെ അങ്ങോട്ട് പോവുള്ളൂ. പക്ഷെ അതില്ല, സ്വലാത്ത് ഇങ്ങനെ ചെല്ലുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സല്ലി അലാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക. അവിടെയാണെങ്കിൽ ഹംസ. അപ്പൊ ഐന് നന്നായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ലഖദ് ഹഖൽ ഖൗലു അലാ നഅം അലാ അക്സരിഹിം. അലാ അക്സരിഹിം. അക്സരിഹിം പറയുമ്പോ ശ്രദ്ധിക്കാനുള്ള എന്താണെന്നറിയോ, അറബിയിലെ കാഫും മലയാളത്തിലെ കാഫും നമുക്ക് ഈ ആയത്തോടുകൂടെ നിർത്താം. 7 ആയത്തിൽ ഇൻഷാ അല്ലാഹ്. അത്രയും ഭാഗം എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തെറ്റുണ്ടായിക്കോളുന്നില്ല, എങ്കിലും എല്ലാവരും ഉള്ള ഉച്ചാരണം ഫുള്ള് ശരിയാക്കിയെടുക്കണം. നമ്മൾ ഇതുവരെ ഓതിയിരുന്നതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാണ് ഖുർആനിലായിട്ട് ഈ സൂറത്തിൽ ഇറങ്ങിയിട്ടുള്ളത് പ്രതിഫലം കിട്ടത്തുള്ളൂ, മാത്രമല്ല കുറ്റം കിട്ടുകയും ചെയ്യും. തെറ്റല്ലേ നമ്മള് അക്ഷരങ്ങൾ തെറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇത് അറബിയിലെ കാഫും മലയാളത്തിലെ കാഫും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഒരു ഉദാഹരണം എപ്പോഴും പറയുന്നത് തന്നെയാണെങ്കിൽ ഒന്നും കൂടെ ഉണർത്താൻ വേണ്ടി പറയാം. നമ്മളിപ്പോ ഉദാഹരണത്തിന് രക്തം എന്ന് പറയുന്നു അല്ലെ, അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഷീനിന്റെയും തി എന്ന് പറയുന്നതിന്റെ ഇടയില് പുറത്തേക്കൊന്നും കേൾക്കുന്നില്ലല്ലോ അല്ലെ, ശക്തി. എന്നാൽ